അറബിക്കടലിൽ നിന്നുയർന്ന ഈർപ്പം തുടർച്ചയായി സജീവമായിക്കൊണ്ടിരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, അതിനോടൊപ്പം ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ വരും മണിക്കൂറുകളും അടുത്ത ഒന്നോ രണ്ടോ ദിവസങ്ങളും പല ജില്ലകൾക്കും അതീവ നിർണായകമായി മാറാവുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം മഴയുടെ ഘട്ടം നേരത്തെ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന പുതിയ അപ്ഡേറ്റ് കണ്ണൂർ ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജനങ്ങളുടെ ആശങ്ക പല മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം കാലാവസ്ഥ ഇപ്പോൾ സാധാരണ മഴയിൽ നിന്ന് മാറി അതിശക്തവും അപകടകരവുമായ അവസ്ഥയിലേക്ക് നീങ്ങാം എന്നാണ്. നിങ്ങൾ കേരളത്തിലോ പരിസര പ്രദേശങ്ങളിലോ ആണ് താമസിക്കുന്നതെങ്കിൽ ഈ അപ്ഡേറ്റ് അവസാനം വരെ തീർച്ചയായും കേൾക്കുക. കാരണം ഇനി വരാനിരിക്കുന്ന ജില്ലകളുടെ പേരുകളിൽ കാലാവസ്ഥ പെട്ടെന്ന് അതീവ അപകടകരമായ വഴിത്തിരിവെടുത്തേക്കാം. ഈ സമയത്ത് കേരളത്തിൽ മൺസൂൺ പൂർണ്ണശക്തിയോടെ സജീവമായി തുടരുകയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് കണ്ണൂർ ജില്ലയിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കണ്ണൂരിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്, റോഡുകളിൽ വെള്ളം നിറയുക, ചെറിയ പാലങ്ങൾ മുങ്ങുക, പല മേഖലകളിലും സാധാരണ ജനജീവിതം തടസ്സപ്പെടുക എന്നിവയ്ക്കുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് തുടർച്ചയായി ഇതുപോലുള്ള കൃത്യമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ കാലാവസ്ഥ മാറുന്ന രീതിയനുസരിച്ച് ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. കണ്ണൂർ മാത്രമല്ല, കേരളത്തിലെ മറ്റു പല ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിച്ചേക്കാം. തുടർച്ചയായ മേഘാവൃതമായ ആകാശം, ശക്തമായ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും പലയിടങ്ങളിലും പെട്ടെന്നുള്ള ശക്തമായ മഴയും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും ദുർബല പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം തുടർച്ചയായി നനഞ്ഞ മണ്ണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾക്ക് കാരണമായേക്കാം. ഇത്തവണത്തെ മഴ വെറും സാധാരണ മൺസൂൺ മഴയല്ലെന്നും ഇതിനു പിന്നിൽ പല സജീവ കാലാവസ്ഥാ സംവിധാനങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ടെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്കൻ തമിഴ്നാട് തീരത്തിനു മുകളിൽ ശക്തമായൊരു ചക്രവാഴച്ചുഴി സജീവമാണ്. ഇതിനോടൊപ്പം ഏകദേശം 11 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിന് സമീപം ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് തമിഴ്നാട് തീരത്തിലൂടെ കടന്നുപോകുന്നു. കൂടാതെ ദക്ഷിണ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപം മറ്റൊരു ചക്രവാഴ ചുഴി കൂടി വികസിക്കുന്നുണ്ട്. ഈ 3 സംവിധാനങ്ങൾ ചേർന്ന് കേരളത്തിനു മുകളിൽ വലിയ തോതിൽ ഈർപ്പം എത്തിക്കുന്നു. ഇതുകൊണ്ടാണ് മഴ തുടർച്ചയായി ശക്തമാകുന്നത്. ഇനി കാറ്റിന്റെ വേഗത കൂടി മനസ്സിലാക്കുക. കാരണം ഭീഷണി മഴയുടേതു മാത്രമല്ല. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇന്നും അടുത്ത ഒന്നോ രണ്ടോ ദിവസങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയോടൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് കാലാവസ്ഥ പെട്ടെന്ന് മോശമായാൽ വിദ്യുത് വിതരണം തടസ്സപ്പെടാം, മരങ്ങൾ വീഴാം, പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടാം. തീരദേശ മേഖലകളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത്. കടൽ തീരത്ത് താമസിക്കുന്നവർക്കും മത്സ്യബന്ധിതർക്കും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം കടൽ തിരമാലകളുടെ ഉയരം സാധാരണയേക്കാൾ വർദ്ധിച്ചേക്കാം. ശക്തമായ കാറ്റ് കാരണം കടലിൽ പ്രക്ഷുബ്ധാവസ്ഥ കൂടുതലായിരിക്കും. ചെറിയ വള്ളങ്ങൾക്കും മത്സ്യബന്ധിതർക്കും സാഹചര്യം അപകടകരമായേക്കാം. ഭരണകൂടം നിരന്തരം നിരീക്ഷണം നടത്തിവരികയാണ്. പ്രാദേശിക തലത്തിൽ ദുരന്ത നിവാരണ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും തുടർച്ചയായ മഴ കാരണം റോഡുകൾ നേരത്തെ തന്നെ നനഞ്ഞിരിക്കുകയാണ്. നദികളിലെയും ചെറിയ ജലാശയങ്ങളിലെയും ജലനിരപ്പ് സാവധാനം ഉയരുകയാണ്. അടുത്ത കുറച്ചു മണിക്കൂറുകളിൽ പ്രവചിച്ചതുപോലെ ശക്തമായ മഴ പെയ്താൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമുണ്ടായേക്കാം. പ്രത്യേകിച്ച് കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ ദുർബല പ്രദേശങ്ങളിൽ ഭരണകൂടം പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഈ മഴ ആശ്വാസം മാത്രമാണോ അതോ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇതൊരു വലിയ അപകടത്തിന്റെ സൂചനയാകുമോ എന്നതാണ് ഇപ്പോഴും ഏറ്റവും വലിയ ചോദ്യം. കാരണം കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ നൽകിയ അടുത്ത മുന്നറിയിപ്പ് ദക്ഷിണേന്ത്യയെ മുഴുവൻ ബാധിച്ചേക്കാം. പ്രധാനപ്പെട്ട കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. ജൂൺ 14 വരെ ഈ മഴ തുടർച്ചയായി തുടരാമെന്നാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. തുടർച്ചയായി സജീവമായ മൺസൂണും സമുദ്രത്തിലെ ഈർപ്പവും കാരണം മേഘങ്ങളുടെ സാന്ദ്രത അതിവേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും പകൽ സമയത്തും ആകാശം പൂർണ്ണമായും കറുത്തിരുണ്ടേക്കാം. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ഇടവിട്ട് തുടരും. കാലാവസ്ഥ മാറുന്ന വേഗത കണക്കിലെടുക്കുമ്പോൾ വരാനിരിക്കുന്ന മണിക്കൂറുകൾ ഈ മൺസൂൺ സീസണിലെ കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളായി മാറിയേക്കാമെന്ന് ഉറപ്പാണ്. ആകാശത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകൃതി ഇപ്പോൾ പൂർണ്ണമായും ശാന്തമാകാൻ പോകുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. പകരം ഇനി വരാനിരിക്കുന്നത് പല ജില്ലകളെയും പൂർണ്ണമായും വെള്ളത്തിലാക്കിയേക്കാം. കേരളത്തിൽ തുടർച്ചയായി പെയ്യുന്ന മേഘങ്ങൾ ഇപ്പോൾ വെറും സാധാരണ കാലവർഷ പ്രവർത്തനത്തിന്റെ സൂചനയല്ല നൽകുന്നത്. മറിച്ച്
കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത് സാഹചര്യങ്ങൾ വേഗത്തിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ്. കഴിഞ്ഞ പല മണിക്കൂറുകളായി തുടരുന്ന മഴ ഭൂമിയെ പൂർണ്ണമായും നനച്ചിരിക്കുന്നു. ഇനി ഇപ്പോൾ പ്രവചനപ്രകാരം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യുകയാണെങ്കിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും വെള്ളക്കെട്ട് മുതൽ ചെറിയ തോതിലുള്ള പ്രളയം പോലുള്ള സാഹചര്യമുണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുമെന്നാണ്. ഇതുകൊണ്ടാണ് ഭരണകൂടം ഇപ്പോൾ തുടർച്ചയായി ആളുകളോട് ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പ് ഓരോ കുറച്ചു മണിക്കൂറിലും അപ്ഡേറ്റുകൾ പുറത്തിറക്കുന്നുണ്ട്. ഏറ്റവും ഗുരുതരമായ സാഹചര്യം വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ രൂപപ്പെടുന്നതായി കാണപ്പെടുന്നു. കണ്ണൂരിൽ പുറത്തിറക്കിയ ഓറഞ്ച് അലർട്ട് ഇവിടെ കാലാവസ്ഥ അതീവ രൂക്ഷമായ രൂപം കൈവടിക്കാമെന്ന വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. തുടർച്ചയായ മഴ കാരണം റോഡുകൾ വഴുക്കലുള്ളതാകാം, മലയോര മേഖലകളിൽ മണ്ണയഞ്ഞേക്കാം, പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങൾ പെട്ടെന്നുണ്ടായേക്കാം. പ്രത്യേകിച്ച് നേരത്തെ തന്നെ മലയിടിച്ചിലോ വെള്ളം കയറുന്ന പ്രശ്നമോ ഉള്ള പ്രദേശങ്ങളിൽ അപകട സാധ്യത ഇനിയും വർദ്ധിച്ചിട്ടുണ്ട്. ആവശ്യഘട്ടത്തിൽ ഉടൻ തന്നെ ആശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നതിനായി പ്രാദേശിക ഭരണകൂടം പല സെൻസിറ്റീവ് മേഖലകളിലും നിരീക്ഷണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ കനത്ത മഴ ലഭിച്ചേക്കാം. പല നഗരങ്ങളിലും പെട്ടെന്ന് ശക്തമായ മഴ ആരംഭിച്ചേക്കാം. അതിനോടൊപ്പം മിന്നൽ പിണരുകളും ശക്തമായ ഇടിമുഴക്കവും ഉണ്ടാകാനുള്ള സംഭവങ്ങളും വർദ്ധിച്ചേക്കാം. മേഘങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ ദുർബലമാകുന്നില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് അടുത്ത 1-2 ദിവസം കാലാവസ്ഥയുടെ ഈ ഉഗ്രരൂപം തുടർന്നേക്കാം. ഇനി ഏറ്റവും വലിയ ആഘാതം മലയോര താഴ്വര പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചേക്കാം. ഇടുക്കിയിലും പരിസരമുള്ള ഉയർന്ന പ്രദേശങ്ങളിലും മണ്ണ് നേരത്തെ തന്നെ ഈർപ്പം നിറഞ്ഞതാണ്. മഴയുടെ തീവ്രത വർദ്ധിക്കുകയാണെങ്കിൽ മലകളിൽ നിന്ന് മണ്ണിടിയുന്നതിനും ചെറിയ വഴികൾ അടയുന്നതിനും ഗ്രാമങ്ങളുടെ ബന്ധം വേർപെടുന്നതിനും പോലുള്ള സാഹചര്യമുണ്ടായേക്കാം. തുടർച്ചയായി പെയ്യുന്ന മഴ ജലനിരപ്പ് വേഗത്തിൽ ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ പല അണക്കെട്ടുകളിലും ജലാശയങ്ങളിലും ഭരണകൂടം നിരീക്ഷണം നടത്തുന്നുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇത്തവണ മഴയുടെ തീവ്രത കൂടാൻ കാരണം ഒരേ സമയം പല സിസ്റ്റങ്ങളും സജീവമായതാണ്. വടക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാഴ ചുഴി ഇപ്പോഴും സ്ഥിരമായി തുടരുന്നു. ഇതിനോടൊപ്പം 11 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദ മേഖല തുടർച്ചയായി അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്നു. ദക്ഷിണ തീരദേശ ആന്ധ്രാപ്രദേശിന് സമീപം സജീവമായ രണ്ടാമത്തെ ചക്രവാഴ ചുഴി ഈ മുഴുവൻ സിസ്റ്റത്തെയും കൂടുതൽ ശക്തമാക്കുന്നു. ഇതുകൊണ്ടാണ് കേരളത്തിനു മുകളിൽ മേഘങ്ങളുടെ സാന്ദ്രത തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും മഴയുടെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്നതും. കാറ്റിന്റെ വേഗതയും വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. പല ജില്ലകളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ശക്തമായ കാറ്റ് മരങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം, വിദ്യുത് പോസ്റ്റുകളെ ബാധിച്ചേക്കാം, പലയിടങ്ങളിലും വിദ്യുത് വിതരണം തടസ്സപ്പെട്ടേക്കാം. കടൽക്കാറ്റും ഉയർന്ന തിരമാലകളും ഒരേ സമയം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിൽ ഈ സാഹചര്യം കൂടുതൽ ഗുരുതരമായേക്കാം. കടൽ സാധാരണ നിലയിലായിരിക്കില്ല എന്നതിനാൽ മത്സ്യബന്ധിതർ കടലിൽ പോകാൻ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായ മഴ കാരണം ജനജീവിതം ബാധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നതായുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വിപണികളിലെ തിരക്ക് കുറഞ്ഞേക്കാം, സ്കൂളുകളെയും പ്രാദേശിക ഗതാഗത സേവനങ്ങളെയും ബാധിക്കാം. മഴയുടെ ഈ തുടർച്ച നീണ്ടു നിൽക്കുകയാണെങ്കിൽ അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഭരണകൂടത്തിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും വേഗത്തിലും വിശ്വസനീയമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ തുടർച്ചയായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കാലാവസ്ഥ ഇപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് മുമ്പത്തേതിനേക്കാൾ വലുതായേക്കാം.